ഒന്നുമില്ല നിക്ക് ഫ്രസ്ട്രേറ്റഡ് ആവണ്ട. ഇത് ആ കളിയിൽ വാശി കാണിച്ചാൽ മതി. ഇവന്മാരെ അടിച്ചിട്ട് പോകണം, ആ രീതിയിൽ നിന്നാ മതി, അങ്ങനെ തന്നെ നിന്നാ മതി. ഇനിയിപ്പോ നമ്മള് ജയിച്ചാലും തോറ്റാലും പ്രീവാറിനെ അടിച്ച് ജയിച്ചാലും തോറ്റാലും ഇവന്മാരെ അടിക്കും എന്നുള്ള മൈൻഡിൽ തന്നെ നിൽക്കും. അടിച്ച് പൊതിയല്ലോ ഇവന്മാരിപ്പം. നാടൻ പട്ടിക്ക് ഷൂസ്. ആ അത് അങ്ങനെയാണ് നിന്നെ ഇപ്പൊ ഈ വാറ് കയറ്റിയിരുന്നത്, മനസ്സിലായ? നാടൻ പട്ടി പാട്ടോ ഞാൻ ഓൾറെഡി പാടിയായിരുന്നു. പിള്ളേരൊക്കെ ചാർജ് ആയിരിക്കും, ഇനി എന്ത് പാടാൻ? അയ്യോ അത് പാടിയ ഇവന്മാര് വണ്ടി കൊണ്ട് കൊക്കയിലിടും. അപ്പൊ ഇവന്മാരൊക്കെ ഇപ്പൊ ചാർജ് ആവണമെങ്കിൽ മോട്ടിവേഷൻ പാട്ടൊന്നും അല്ല അപ്പൊ ഇപ്പൊ ഇതൊക്കെ വേണം. മറ്റേ കുഞ്ഞുവ വെക്കുന്നല്ലോ മുച്ചിരി ഒരു പാട്ട് പാടി ചാർജ് ചെയ്താൽ എല്ലാരും ഒന്ന് പെട്ടെന്ന്. മുച്ചിരി ആറ്റിലൂടെ ഇടല്ലേ പാട് പെട്ടെന്ന്. അണ്ണാ മറ്റേ കുഞ്ഞുമാവയുടെ പാട്ട് പാടി തരുമോ? ഇവനൊക്കെ ഏപ്പിയാണ് മുച്ചിരിയൊക്കെ. ബാക്കിലുള്ള വണ്ടി എന്ത് ചെയ്യാ എല്ലാരും? ഹലോ റെഡിയല്ലേ പറഞ്ഞേക്ക്. അവരാ മലയുടെ മണ്ടയ്ക്ക് ക്യാമ്പ് ചെയ്യാം. ഒന്നാമത്തെ കേസ് അവർക്ക് നമ്മളെ ഇങ്ങോട്ട് അടിക്കണ്ടേ. ഒന്ന് സ്ലോലി ചെയ്ത് നമുക്ക് ആ 5 മിനിറ്റ് അതിനകത്ത് ക്യാമ്പ് ചെയ്ത് അവർക്ക് ഇറങ്ങി പറ്റത്തുള്ളൂ. മനസ്സിലായോ? മുച്ചിരി ഏപ്പിയാണോ? ഇവനെന്താ റെസ്പോണ്ട് ചെയ്യാത്തെ? റിപ്പയറിന്റെ അപ്പുറത്തെ മല അവര് പോയാ അവിടെ ഉണ്ടോ? അവിടെ തന്നെ ഉണ്ടോ? എടാ മുച്ചിരി കേക്കോ റേഡിയോയില്? ഹലോ മുച്ചിരിയെ. അല്ലടാ മുച്ചിരി എന്റെ പേരാടാ. എന്റെ പേരാ മുച്ചിരി വാസു. എന്റെ അമ്മച്ചി കണ്ണുപോയെന്റെ. സോറിടാ സോറി. ഇന്നലെ എന്റെ നെഞ്ചിലെ അവർക്ക് നമ്മളെ നമ്മുടെ ഒരുപാട് പേര് കമ്മിറ്റ് ചെയ്യല്ലേ, കാരണം അവിടെ വണ്ടി ഉണ്ട്. ചുമ്മാ ഇൻഫോ കൊടുക്കാൻ വന്നേടാ. ലെഫ്റ്റ് കയറി ടോപ്പ് നോക്കിയടാ. ലെഫ്റ്റ് ഒന്ന് കയറി ടോപ്പ് നോക്കിയടാ. അവിടെ വണ്ടി ഉണ്ട്. അവരല്ലാതെ അവര് അതൊറ്റയ്ക്കാ ആ റോഡിലുള്ള വണ്ടി ഒറ്റയ്ക്കാ. മലയിലല്ല കളിക്കുന്നത്. എനിക്ക് അത് ആ സമയത്ത് 5 മിനിറ്റ് അങ്ങനെ ചെയ്യത്തില്ല. അവര് വീണ്ടും ആ മല വീണ്ടും അവിടെ ഒരു വണ്ടിയെ ഇറങ്ങിയിട്ടുള്ളൂ. നമ്മുടെ 2 ടയറും പൊട്ടിയടാ. ഞങ്ങളിവിടെ റിപ്പയർ ചെയ്തിട്ട് കമ്മിറ്റ് ആവോ? കുറച്ചൊന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ വരെ ഞങ്ങൾ റിപ്പയർ ചെയ്യണം. എന്റെ ആളെയോ ഇതൊന്നും റിപ്പയർ ചെയ്യട്ടാ.
ഈ കല്ല് കുത്താൻ മറക്കല്ലേ കേട്ടാ. ആവുന്നില്ലടാ, റിപ്പയർ ആവുന്നില്ല. ഇല്ല ഇല്ല, ഇവന്മാർ ചില കുത്തിക്കൂടാ, അവന്മാർ ക്ലോസിലുണ്ടോ. പോടെ ബാക്കിയുള്ളവർ പോ. വണ്ടി ഇടിച്ചു മാറി. റിപ്പയർ നിൽക്കില്ലേ? റിപ്പയർ നിൽക്കണേ. ഇവിടെ വരാം, ഈ മല വരാം, ഈ മല വരാം. തിരിച്ച് മല വാ, തിരിച്ച് മല വാ. മല മാർക്ക് നോക്ക്, മല നോക്ക്, മല നോക്ക്. അടിച്ചോണ്ടിരിക്കുന്ന വണ്ടി കയറി തിരിച്ച് മല വാ, ഈ മല വാ. ടയറില്ലടാ. ഇവിടെ ഇട്ട് നോക്ക് നോക്ക് അതിന്റെ ഇടയ്ക്ക് പെട്ടിട്ടുണ്ടാവന്മാര് ദേ ഓടും കല്ലിന്റെ ഇടയ്ക്ക് നൈസറാ. എടാ റിപ്പയർ ചെയ്യണേ. എനിക്ക് റിപ്പയർ ചെയ്യോ, ഞാൻ പറഞ്ഞ കോൾ വെക്കുക. 2-3 വണ്ടി റിപ്പയർ ചെയ്യോ, 3 വണ്ടി. വണ്ടി കയറണ നമ്മുടെ വണ്ടി ഇവിടെ പെട്ടെന്ന് റൈറ്റ് പിക്ക് നോക്കണേ. വണ്ടികളെല്ലായിടത്തും ക്ലിയർ ചെയ്യേ. ഇവനെ മല വീണ്ടും കുത്തും. ഞാൻ പറഞ്ഞേക്കും മല കുത്തും. ഇവിടെ കുത്തിയങ്ങ് അടിച്ചോ. ഞാൻ കുത്തിക്കാണ് അത് കമ്മിറ്റി ആ കോൾ കമ്മിറ്റി. നമ്മുടെ ആൾക്കാരെ ഈ മാർക്കിലോട്ട് അതൊന്ന് 2 സൈഡും കറങ്ങി വന്നടാ. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനി അവിടെ ടൈം കിട്ടിയില്ല. അടിയടാ. അവിടെ വണ്ടിയുടെ ബാക്കിൽ ഇരിക്കാം അമ്മമാരിപ്പോഴും. പണ്ണടാ അമ്മമാരെ വരെ വട്ടത്തിലിട്ട് പണ്ട് അടി. ആ കടാ എങ്ങനെ കടാ കഴിഞ്ഞ ജി ഒന്നും ചെയ്യാൻ പറ്റും എനിക്ക്. 2 സൈഡിൽ ഞാൻ താഴോട്ടിറങ്ങി ഹീൽ ചെയ്യാൻ നോക്കിയപ്പോഴത്തേനും അവന്മാർ റൈറ്റ് റൊട്ടേറ്റ് ചെയ്ത് വീണ്ടും വന്നു. 2 സൈഡിൽ നിന്നും കിട്ടി. എനിക്കൊന്ന് കവറിലോട്ട് കയറാനുള്ള സമയം പോലും കിട്ടി. പോറ കണ്ട നിർത്തി നിന്റെ അമ്പി SRR മുച്ചിറി ബ്ലേസ്. അതെന്താ, അത് ഏത് ലാംഗ്വേജ് ആണത്? പോറ കണ്ട SRR അതെന്ന് പറഞ്ഞാൽ അതെന്താണ്? ആരെങ്കിലും ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരുമോ അത്? പോറ കണ്ട അമ്പി SRR നമ്മൾ 18 അല്ലേ എന്തോ ഉണ്ട്. നമ്മളാകെ 7 പേരെന്തോ വീണേ. 7 പേരെ വീണേ. കോട കണ്ടി അമ്പി SRR. ഓ അതാണല്ലേ. ഓ ആ നമ്മൾ 18 അല്ലേ എന്തോ ഉണ്ട് ഗൈസ്. നമ്മൾ 18 അല്ലേ എന്തോ ഉണ്ട്.
പിന്നെ ഇടയ്ക്കിടെ നമ്മുടെ പയ്യന്മാരൊക്കെ ചത്തേ. കണ്ണാപ്പി അതാ. അഡ്മിനിലേക്ക് നോക്കട്ടെ ഒരു മിനിറ്റ്. അയ്യോ ഇത് ഗ്യാങ്ങറാണ്. മുച്ചറി ഹലോ. ഇതെന്താ PL ആണോ? ഹലോ പക്ഷെ എനിക്ക് ഇൻവെന്ററി ഒന്നും വരുന്നില്ല, തോക്കെടുക്കാൻ പറ്റുന്നില്ല, ഇൻവെന്ററി വരുന്നില്ല. ഇതെന്താ ഇൻവെന്ററി വൈപ്പാവോ? PL-ന്റെ ആണോ? പക്ഷെ എനിക്ക് ഒന്നും വരും. ഫോൺ വന്നു. ഓക്കെ. വാട്ട്? സിറ്റി കത്തിയോ? സിറ്റി കത്തിയോ? എല്ലാരും കത്തിയോ? അതോ ഞാൻ മാത്രമാണോ കത്തിയത്? എല്ലാരും കത്തി. നോക്കട്ടെ. ബോൾ കത്തി, സിറ്റി കത്തി. ഇല്ലല്ലോ, നീലിനൊക്കെ ഇതാണ്ടല്ലോ ഇവിടെ. ഹലോ. ബ്രോ പറ. സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ ആക്കണോ? ബ്രോ അതെ നമ്മള് ഉച്ചക്ക് ടീരത്തിന്റെ അവിടെ വന്നപ്പോ നിങ്ങളുടെ കൂട്ടത്തില് ഡെസ്ട്രോ എന്ന് പറഞ്ഞ ഒരാള് മറ്റേ കൊരങ്ങന്മാർക്ക് പഴം വേണോന്ന് അങ്ങനെ എന്തോ സംസാരമായി. പിന്നെ ബ്രോ നമ്മുടെ കൂട്ടത്തിലെ ഡെഡ് ഒരാളുടെ അടുത്ത് വന്ന് പഴം വേണോന്നോ. നമ്മ ഒരു എല്ലാരും ഉണ്ട് ബ്രോ. നമ്മ നിങ്ങളുടെ ടീരത്തിലേക്ക് കയറി പോയില്ലേ അപ്പത്തേക്കും? ഓരോരുത്തരുടെ സംസാരം ടോണാ ബ്രോ. അത് ബ്രോ സംസാരിക്കണ പോലെ അവർക്ക് സംസാരിക്കണ. ആരും റേസ് ആയില്ല, ചില്ലായിട്ട് സംസാരിക്കുന്നേ. അല്ല അത് ബ്രോ പറയണ്ട എങ്ങനെ സംസാരിക്കണമെന്ന്. നമ്മൾ നമ്മുടെ ഇഷ്ടമുള്ള സംസാരിച്ചോളൂ. നിങ്ങൾ നിങ്ങളുടെ കാര്യം പറഞ്ഞാൽ മതി. നമ്മളാരും അബ്യൂസീവ് ലാംഗ്വേജ് ഒന്നും യൂസ് ചെയ്യുന്നില്ലല്ലോ ഇവിടെ. അപ്പൊ അങ്ങനെ പറ. ഇങ്ങനെ അപ്പൊ രണ്ട് സൈഡും കൊണയായി. നിങ്ങ നമ്മുടെ പഴം വിറ്റിട്ട് മാറ്റിട്ട് ഇപ്പൊ 5 സ്റ്റാർ ഒക്കെ വിറ്റ് നടക്കുന്നത്. നിങ്ങള് പഴം വേണമെന്ന് വെച്ച് നമ്മ 5 സ്റ്റാർ വേണമെന്ന് വെച്ച്. വേറെ എന്തൊക്കെ പറഞ്ഞായിരുന്നല്ലോ? വേറെ എന്ത് പറയാനാ ബ്രോ? വേറെ സൈഡിൽ നിന്ന് കൊണവന്ന് നമ്മുടെ ഇതിൽ കൊണവന്ന് ചോദിച്ചേ. ഈ ബ്രോ ഉണ്ടായിരുന്നു ആ സിറ്റുവേഷൻ നിങ്ങൾ ഉണ്ടായിരുന്നു. നിങ്ങൾ മൊത്തത്തിൽ അങ്ങ് പറ. ആ ബ്രോ ഒക്കെ തന്നെയാണ് ഗുണം ഉണ്ടായത്. എന്തൊക്കെ തന്നെ ബ്രോ 5 സ്റ്റാർ വേണോന്ന് എടുത്ത് ചോദിച്ചാ നമ്മള്. പിന്നൊന്നും ചോദിച്ചില്ലേ? ഉറപ്പാണോ? വേറെ എന്താ വേണ്ട നിങ്ങൾക്ക്? വേറെ എന്തെങ്കിലും ബ്രോ ഈ സിറ്റുവേഷനിലുള്ള ബോധമുള്ള ആരെങ്കിലും വിളിച്ചോ? ഈ മണ്ടനെ മാറ്റി പിന്നെ നമ്മളെ സിറ്റുവേഷൻ ഓർമ്മയുള്ള ആരെങ്കിലും നിങ്ങള് സംസാരിച്ചോണ്ടിരുന്ന സമയത്ത് സ്ലോട്ടിന്റെ കാര്യം എന്തോ പറഞ്ഞായിരുന്നല്ലോ. അതെന്തായിരുന്നു? ഒന്ന് കൺഫേം ചെയ്ത കൊള്ളാമായിരുന്നു. ഡെസ്ട്രോയുടെ അടുത്ത് സ്ലോട്ടിന്റെ കാര്യം എന്തോ സംസാരിച്ചായിരുന്നു. അത് റൂമിന്റെ കാര്യമായിരിക്കും ബ്രോ. നമ്മള് ഡെസ്ട്രോ സ്ലോട്ട് ആണെന്ന് നമ്മള് ചോദിച്ചിട്ടില്ല ഡയറക്റ്റ്. മനസ്സിലായത്? പിന്നെ മലയാളം സംസാരിക്കാത്ത ആരാണ്? നമ്മുടെ കൂട്ടത്തിലുണ്ട് മലയാളം സംസാരിക്കാത്തവര്. നമ്മുടെ കൂട്ടത്തിലുണ്ട്. പക്ഷെ അപ്പൊ അവ ഇവിടെ ഇല്ലെന്നല്ലോ ബ്രോ. അവൻ അവിടെ ഉണ്ടായതല്ല, അവൻ സിറ്റിയിലുണ്ടായി. സംസാരിച്ച ബ്രോ അവൻ സിറ്റിയിലുണ്ടായി ബ്രോ. അത് നമ്മൾ സംസാരിക്കണല്ലേ ബ്രോ. നിങ്ങളെ കാണിച്ചെല്ലാം ചെയ്യണമെന്നുണ്ടോ? ആനുവൽ അങ്ങനെയാ. ഡെസ്ട്രോ സ്ലോട്ട് ആണോ നമ്മള് ചോദിച്ചോ ബ്രോ? ഇല്ലല്ലോ. നേരിട്ട് പറഞ്ഞോ ബ്രോ. പിടിച്ച് നമ്മളിപ്പോ എന്ത് പറയാൻ?
ബാക്കി പറ സിറ്റിയിലുള്ള സ്റ്റാൻഡ് ആ ബ്രോ അതാ പറഞ്ഞ ബ്രോ നമ്മൾ അങ്ങനെയല്ല ബ്രോ സിറ്റുവേഷൻ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ മാറൊക്കെ വരണം ഇനീഷ്യൽ ഫൈറ്റ് നമ്മൾ ഡൗൺ ആയി ബ്രോ ബ്രോ നിങ്ങൾ ബ്രോ ഹോസ്പിറ്റലിന്റെ അവിടെ വെച്ച് ഡൗൺ ആയി നിങ്ങൾ ടോറസിന് ഹോസ്റ്റേജ് എടുത്തായിരുന്നു. ബ്രോ നിങ്ങൾ ആരൊക്കെയാണ് ആദ്യ സിറ്റുവേഷൻ ഇനീഷ്യൽ സിറ്റുവേഷനിലെ ഫസ്റ്റ് ഒരു കൊണയായില്ല അത് ആരൊക്കെയാണ് നിങ്ങൾ സംസാരിച്ച് കൊണയായത്? അത് ശംഭു ഉണ്ടായി, ഞാൻ ഉണ്ടായി, സ്മോക്കർ ഉണ്ടായി, ടോറസ് ഉണ്ടായി. ബ്രോ ആരാണ്? ബ്രോ ഞാൻ റൊസാറിയോ. നീ ഉണ്ടായിരുന്നോ? അപ്പൊ നിന്റെ പേര് എന്താണ് പറയേണ്ടിരുന്നത്? ഉണ്ടായടാ ബ്രോ എന്ത് പറ്റി നിങ്ങക്ക് എന്താ പ്രീവാർ അടിക്കാൻ പറ്റാത്തത്? നിങ്ങൾക്ക് ഐജൽ ഡിഫ് ആണോ റൊസാരിയോ? പറയ്, ഐജൽ ഡിഫ് ആണോ? ബ്രോ ആണോ ഈ ബ്രോ നിങ്ങളുടെ ലീഡർ ഐജൽ ഇവനാണോ റൊസാരിയോ? അത് നിങ്ങൾ അറിയണം, അത് നിങ്ങൾക്ക് കഴിയില്ലാത്തവനെ ഈ കാര്യങ്ങൾ മീറ്റിംഗ് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യം ചോദിക്കണ്ടല്ലോ ചോദിക്കില്ല സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞ സിറ്റുവേഷൻ പറഞ്ഞു ബ്രോ. സിറ്റുവേഷൻ മൊത്തത്തിലൊന്ന് പറ. സിറ്റുവേഷൻ അല്ലാണ്ട് വേറെ നീ എന്തൊക്കെ പറഞ്ഞു? നീ അവിടെ എന്തൊക്കെ പറഞ്ഞു അത് മൊത്തത്തിൽ ഞങ്ങൾ അവിടെ എന്തൊക്കെ പറഞ്ഞ കൊണയായി, എന്തൊക്കെ പറഞ്ഞ കൊണയാ അത് ഞങ്ങൾ പറ. സിറ്റുവേഷൻ ഉണ്ടായിരുന്നവനല്ലേ ഞങ്ങൾ പറഞ്ഞല്ലോ 5 സ്റ്റാറിന്റെ പേര് പറഞ്ഞ അല്ലാണ്ട് പറഞ്ഞതൊക്കെ പറയടാ. എന്താ മറന്നുപോയതാ? ഹലോ ബ്രോ, നമ്മളിപ്പോ ഇതുവരെയും പ്രീ വാറിൽ നമ്മൾ ഡൗൺ ആയി. നമ്മളൊരു ഇനീഷ്യൽ ഡൗൺ ആയി നിങ്ങൾ ഹോസ്റ്റേജ് എടുത്തു. നമ്മളത് പ്രീവാർ അടിക്കാൻ നമ്മള് പ്രീവാർ ഡൗൺ ആയി. ഇല്ലാത്തവരാണല്ലോ. ആ ബ്രോ അപ്പൊ നമ്മള് പ്രീവാർ ഡൗൺ ആയി. നമ്മള് 15 മിനിറ്റിൽ വാറ് വിളിക്കാം. 15 മിനിറ്റിൽ വാറ്. ബ്രോ ഒരു മിനിറ്റ്. ഹലോ ബ്രോ, പ്രീവാർ അടി അങ്ങനെ ഉണ്ട്? സൂപ്പർ അടിപൊളി. പയ്യെ കളിക്കണേ, അല്ലെങ്കിൽ ചിലപ്പോ ഡൗൺ ആവും. പറഞ്ഞിട്ടോ 15 മിനിറ്റ് 15 മിനിറ്റ് മാത്രം ഉണ്ടല്ലോ. പൊക്കോ, പെട്ടെന്ന് പോ, റെഡിയാവും. എന്താടാ നിനക്ക്? 15 മിനിറ്റ് വേറെ വിളിക്കടാ. 15 മിനിറ്റ് ഈ ഒരു വാക്ക് മാത്രല്ലേ നമ്മളൊന്നും സംസാരിച്ചില്ലാണ്. അറ്റ്ലീസ്റ്റ് ഇല്ല അവന്റെ അടുത്ത് സംസാരിച്ച് അതൊക്കെ സിറ്റുവേഷൻ കേക്കടേ. നീ സ്ലോട്ടാ അല്ലല്ല പഴം തിന്നാൻ അതൊക്കെ ഏത് സിറ്റുവേഷൻ അത് അറിയാം. എനക്ക് അറിഞ്ഞല്ലേ അണ്ടിയാണ് ചോദിക്കണ്ട ആ സമയത്ത് പറഞ്ഞില്ലടാ. അണ്ണാ നമ്മള് TD കളിക്കുന്ന സമയത്ത് TD ഇറങ്ങിയപ്പോ നീമാര് 6-1 റൂമിന്റെ കോഡ് 6-1 5 സ്റ്റാർ വേണം ഇതൊക്കെയാണ് ചോദിക്കുന്നത്. റൂമിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോ ഇവന്മാരുണ്ടായിരുന്നില്ല ആ റൂമില്. ഇതാണ് കേക്കടേ. നമ്മ വെറുതെ റൂം ഇട്ട് കളിക്കാൻ പോയി. അപ്പൊ മുങ്ങി അപ്പാപ്പനില്ലെന്ന് തോന്നുന്നു. പറഞ്ഞില്ല. ലൈനപ്പ് ഇട്ടിട്ടുണ്ടോ? ഭയങ്കര പാടാ. എടാ വണ്ടി എടുത്ത് റെഡി ആയിരുന്നോ? 15 മിനിറ്റ് അത് വാറ വിളിക്കാം. ഡസ്റ്റർ വന്നപ്പോ ഓർമ്മയുണ്ടോ? മിണ്ടായിരുന്ന പയ്യനാണെന്ന്. ഗൈസ് ഇത് അതങ്ങനെയാണ് ഗൈസ്. അതിവിടെ അങ്ങനെയാണ്, നിങ്ങക്ക് അറിയാമല്ലോ. അയ്യോ ലിസ്റ്റിലാണായിട്ടില്ല നെയിം. നിന്റെ പേരതില്ലേ? ഇല്ല അവിടെ. പേര് ആഡ് ചെയ്യാൻ പറഞ്ഞില്ലടാ നിങ്ങളുടെ അടുത്തൊക്കെ. ഉള്ള പേരല്ല ഞാൻ ഇടുന്നത്. പേര് ആഡ് ചെയ്യും നിങ്ങളെല്ലാരും. ഞാൻ പേരില്ലാതെ ഞാൻ എങ്ങനെ അറിയും? നമ്മുടെ വണ്ടി താഴെ വീണ. അവനെ വിടലടാ. അവനെ അവൻ 1 HP ആയിരിക്കും. അത് ഈ വണ്ടിയാണ്ടേ ചാടി കയറി പോകും.
ആ മുഷിയുടെ കുത്തിയടി 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 വാ അടിച്ചോട് അടിച്ചു ഓടി 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 വലിയ വലിയ പിന്നെ വലിയ ലെഫ്റ്റിലുള്ള വണ്ടി ലെഫ്റ്റിലുള്ള വണ്ടി പ്ലാസ്റ്റ് ഈ പോകുന്ന വണ്ടി ഈ വണ്ടി ബേറ്റ് ഉണ്ടാവേ ഇവിടെ റൈറ്റ് ചോദിക്കാം മലയിൽ ബേറ്റ് ഉണ്ടാവേ നോക്കി ഇറങ്ങി പോയിരിക്കും ഇവനെ കൊല്ല നോക്കിയടി നോക്കിയടി റൈറ്റ് ഈ മല കുത്തണ ഇവിടെ കുത്തി ഈ മാർക്ക് അടി 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 പിന്നെ വലിയ ആ കൊട്ട് വീണ്ടും വണ്ടി എടാ അവിടെ മല കുത്തിയിട്ടുണ്ട് ഇവിടെ മല കുത്തി ഇറങ്ങിയാടാ ഒരു വണ്ടി ഒറ്റയ്ക്ക് പോണം ടയറും ഇല്ല ഒന്നുമില്ല അവൻ വണ്ടി കറങ്ങിക്കൊണ്ടിരിക്കുക ഞാൻ പുഷ് ചെയ്യണേ ഫ്രണ്ടിലോട്ട് അവിടെ ഓൾറെഡി കുത്തിയിട്ടുണ്ട് അങ്ങനെ ഇറങ്ങല്ലേ അങ്ങോട്ട് പോയി ഓൾറെഡി കുത്തിക്കാണേ അത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടേ കുത്തൽ ഒന്ന് വെച്ച് തിരിച്ച് അവര് വണ്ടി കയറുന്ന സമയത്ത് കുത്താം വെയിറ്റ് ഇപ്പൊ കുത്തരുതേ ഇവിടെ കുത്താവും എല്ലാം കൂടി ഇവിടെ കുത്താവും പെട്ടെന്ന് ഇവിടെ ഒറ്റ ഇറങ്ങി അടിക്കുന്നത് എല്ലാം അടി 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 കുഴിഞ്ഞ ഓടുന്നു ഫ്ലാഷ് വിട് പടവണ കേറാ എന്താണെന്ന് അറിയത്തില്ല 2 ടാഗും ഉണ്ടാവും ഞാൻ പറഞ്ഞേക്ക് ചെറിയ വണ്ടി പിങ്ങും വണ്ടിയാണ് എല്ലാ വണ്ടി ആ കുത്തിയോടാ ആരും കത്തിപ്പോയെന്ന് തല്ലിക്കൊണ്ടിരി വാ കേരടിക്കാം അഗ്രഷൻ കളിക്കാം വാ സീലടിച്ചോണേട്ടാ ഇരിക്കുമ്പോ നമ്മുടെ വണ്ടി വെള്ളത്തിൽ പോയടാ നമ്മുടെ വണ്ടി വെള്ളത്തിൽ പോയിടാ ഇവിടെ വണ്ടി കയറ്റിയേ എല്ലാം ഒറ്റയ്ക്ക് പോലെ ഒറ്റയ്ക്ക് കയറി കൊടുക്കില്ല നമ്മളെല്ലാരും ഓൺ ഫുട്ടാണ് നമ്മുടെ ഇത് അമർ വണ്ടി കുത്തി ഇങ്ങോട്ട് മാറുക അത്ര മണ്ടല്ലേ തള്ളിയിട് ഇവിടെ ഒരു വണ്ടി ബാക്കിലോട്ട് പോയിട്ടുണ്ടേ കുഴപ്പമില്ല തള്ളിക്കും എടാ ഞാൻ പറഞ്ഞ തിരിച്ചിങ്ങോട്ട് തിരിച്ചില്ലോടി ബാക്കിലോട്ട് ഓപ്പണിലുള്ളവരടി വിളിച്ചാ വരുന്നത് എത്തിയില്ലടാ നമ്മുടെ കൂടെ എന്റെ കൂടെ വന്നില്ലായിരുന്നു അവര് മേളിലോട്ട് കയറിയോ
നമ്മളെവിടെ സ്പ്ലിറ്റ് ആയി പോയത്? അത് റൈറ്റ് പോയി. എടാ ഞാൻ ശ്രദ്ധിച്ചില്ലടാ, അവരെ അടിക്കടിക്കുന്നുള്ള നീലന്റെ കോള് കണ്ടപ്പോഴേ ഞാൻ അവിടെ തന്നെ അഡ്മിൻസ്പെക്ക് ആരാ ഉള്ളത്? ലാസ്റ്റ് മാനാന്ന് തോന്നുന്നു. റൊസാരിയോ റോഡ്രിഗസ് ആണ് ലാസ്റ്റ് മാൻ. ഐ തിങ്ക് 1v3 ആണ് എന്നാണ് തോന്നുന്നത്. ബാക്കിയുള്ള ഡൗൺ ആയരെ. ഓക്കെ, റൊസാരിയോ ഏബിൾ വേഴ്സസ് 1v3. അത് ഇടിച്ചു കൊല്ലാനുള്ള അല്ല. ഓക്കെ, നല്ല കിട്ടിലും കളിയായിരുന്നു. രണ്ട് കിട്ടിലും കളി സത്യം. ഓ, രണ്ട് കിട്ടിലും കളി. ഫസ്റ്റ് ടി വിക്ക് കുറെ പിക്ക് വന്നു, പിക്ക് എടുത്തു. ഞാൻ തൊട്ട് എടുത്ത് കളിക്കാൻ നോക്കുന്നു വിചാരിച്ചു. മാക്സിമം പിടിച്ചത് വെള്ളത്തിൽ പോയില്ല. SR ഇവിടെ മൊത്തത്തിൽ ഇവിടെ ഒറ്റയ്ക്കാണ് കളിക്കുന്നത്. ഓൺ ഫുട്ടാണ് കളിച്ചോണ്ടിരിക്കുന്നത്. മെസ്ബോയ് ഗോക്കു ഓക്കെ, ഇവിടെ SR ഇവിടെ കുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഓക്കെ, SRയുടെ ബാക്കിൽ ഒഡീസി ഡൗൺ. മദാരാണ് ഫസ്റ്റ് പിക്ക് എടുത്തിട്ട് ഒഡീസി ഡൗൺ ആയിട്ടുണ്ട്. എടാ GR അടിച്ചാലോ ഒഡീസിനെ? ഇവിടെ ഒരാളുടെ GR അടിച്ചു. ഓക്കെ, ടി വി മദാര 3 പിക്ക്. ആന്റണി വാക്കർ ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. ഡെസ്ട്രോനെ ഡൗൺ ആയിട്ടുണ്ട്. ആന്റണി വാക്കർ അവിടെ ഒരു പിക്ക് എടുത്തിരിക്കുന്നു. മദാര അവിടെ 3 പിക്ക് എടുത്തു മൊത്തം. വില്ലൊക്കെ ഇവിടെ ഉണ്ട്. ഈ ഏരിയയിൽ നിന്ന് നല്ല രീതിക്ക് അടി വരുന്നുണ്ട്. ടി വി അവിടെ SRനെ മൊത്തത്തിൽ വളഞ്ഞിട്ടുണ്ട്. SR വേഴ്സസ് ടി വി ആണ് ഇപ്പൊ കറന്റ് ഉള്ളത്. SRന് ഈ ഒരു ഏരിയയിലുള്ള SR ഇത് കണ്ട മന്ദാര എന്റെ തൊട്ട് ബാക്കിലുണ്ട്. മന്ദാര ഇവിടെ നിൽക്കുക. ഞാൻ ഇവിടെ ഒറ്റയ്ക്കായപ്പോ ഇതിന്റെ ക്ലോസിൽ നോക്ക് 1 2 3 4 പേര്. പരുന്തുവാസു, പിന്നെ അതുപോലെ തന്നെ മദാര ഹീലിങ്സ് ഇല്ല. ഞാൻ മാത്രമായി പോയി. ഇതുണ്ടോ 1 2 3 4 5 പേര് എന്നെ പണി. പരുന്തുവാസു ഡൗൺ. അവിടെ സ്റ്റീവ് അസ്രായേൽ ദില്ലിനെ എടുത്തിട്ടുണ്ട്. മദാര ഡൗൺ ആയിട്ടുണ്ട്. ജുഗ്രു അവിടെ ഷാഡോനെ ഡൗൺ ആക്കിയിട്ടുണ്ട്. പിന്നെ സെർജി അവിടെ ലെക്സിനെ എടുത്തിട്ടുണ്ട്. ജുഗ്രു അടുത്തൊരു പിക്ക്. ജുഗ്രു ട്യൂബിനെ ഡൗൺ ആക്കിയിട്ടുണ്ട്. സെർജി അവിടെ ഡോർക്കിനെ ഡൗൺ ആക്കുന്നു. അസീം അവിടെ നീലനെ ഡൗൺ ആക്കിയിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ പിക്കുകളെല്ലാം വീണ കണ്ടോ. അസീം SR ഇവിടെ ഫുള്ള് നമ്മുടെ പിക്കുകൾ മൊത്തം ഇവിടെ പോയി കണ്ടോ. റൊസാരിയോ റോഡ്രിഗസ് അടുത്തൊരു പിക്ക്. ആന്റണി വാക്കർ അവിടെ ഒരു പിക്ക് എടുത്തിരിക്കുന്നു. സ്റ്റീവ് അസ്രായേൽ സെർജിയോനെ ഡൗൺ ആക്കിയിട്ടുണ്ട്. ആന്റണി വാക്കർ അവിടെ ഡൗൺ ആയിട്ടുണ്ട്. ആന്റണി വാക്കർ അവിടെ ട്രേഡ് ആണ് എടുത്തിട്ടുള്ളത്. ജുഗ്രു ബാദുഷാ അവിടെ ജുഗ്രുവിനെ ഡൗൺ ആക്കി. ജിയാറോ അടിച്ചു. എനിക്ക് തോന്നുന്നു ടി വി. ഓക്കെ, കിലുവ വേഴ്സസ് ടോറസ്. ടോറസിനെ ഡൗൺ ആക്കിയിട്ടുണ്ട്. ഇവിടെ സ്റ്റീവ് അസ്രായേൽ അവിടെ നല്ലൊരു കിടിലൻ ബാക്കപ്പ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഡെവിൻ എസ്കോബറിനെ കോച്ച് അവിടെ 2-3 പേരുണ്ട്. കോച്ച് 2 പിക്ക് എടുത്ത വീണ അവിടെ ആക്കിയിട്ടുണ്ട്. ഇനി തോന്നുന്നു ഡെസിമൽ ഡൗൺ ആയിട്ടുണ്ട്. വില്ലു ആണ് ഡെസിമൽ എടുത്തിരിക്കില്ല. ഒറ്റയ്ക്കുള്ള റേഡിയോയിൽ കോളൊക്കെ പറയണ പയ്യൻ റൊസാരിയോ ലാസ്റ്റ് മാനാന്ന് തോന്നുന്നു. ഐ തിങ്ക് 1v3 ആണ് എന്നാണ് തോന്നുന്നത്. എല്ലാരും GR അടിച്ചറ ഇവിടെ ഉള്ള ബാക്കിയുള്ള ഡൗൺ ആയരെ. ഓക്കെ, റൊസാരിയോ ഏബിൾ വേഴ്സസ് 1v3. അല്ല, ഓക്കെ, സ്റ്റീവ് അസ്രായേൽ ഡൗൺ ആക്കിയിട്ടുണ്ട്. ലെറ്റ്സ് ഫക്കിംഗ് ഗോ ബ്രോ. കളി കളിച്ചടാ മയിര്. ഹലോ, എന്ത് കളി കളിച്ചടാ മയിര്. എടാ നീല, ഞാൻ ഒരു കാര്യം. കളി കഴിഞ്ഞില്ലേ? ആരെ എത്ര പേരുണ്ട് ഇനി? ഞാൻ പറയട്ടെ, നമ്മുടെ ആ ലെഫ്റ്റ് സൈഡ് തള്ളിയായിരുന്നെങ്കിൽ ഇച്ചൂടെ നമുക്ക് ഇവരെ ക്ലിയർ ചെയ്തായിരുന്നു. അല്ല, ഞാൻ പറയട്ടെ, ലെഫ്റ്റ് സൈഡ് അല്ല, സ്ട്രേറ്റ് ഈ നമ്മുടെ സൈഡ് കുത്തിയന്മാരെ പുഷ് ചെയ്യാൻ. അതവര് ആരും വന്നില്ല. ഞാനും മന്ദാരം മാത്രമേ ഉള്ളായിരുന്നുള്ളൂ. ഞാനും ഉണ്ടായിരുന്നു. പക്ഷെ ഡീമിനൊക്കെ വേറെ ആൾക്കാരെ അടിച്ചോണ്ടിരുന്നു. ആണല്ലേ? ഞാൻ ആ കോള് കേട്ട് ഞാൻ അതിൽ തന്നെ കളിക്കുന്ന നിങ്ങക്ക് POV ഇല്ലടാ. നീ എന്റെ അടുത്ത് അടിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫ്രണ്ടിലോട്ട് കയറി അടിച്ചടിച്ച് നിന്നു. പക്ഷെ 5 പേരെന്തോ അടിച്ചു തന്നെ. 5 പേര്
കുഴപ്പമില്ല നമ്മളെ റെപ്യൂട്ടേഷൻ കട്ട് ഓഫ് ചെയ്തു. ഞാൻ ഇടാം വേണ്ടി என்ன ஒரு 4 பேர் சேர்ந்து அடிச்சடா. கோச் நல்ல ரெண்டு விக்கெட் கோச்சோட நல்ல ரெண்டு நான் போச்சுக்குள்ள உடைஞ்சு ஒரு விக்கெட் எடுத்து செத்துட்டேன். രണ്ട് വിക്കറ്റ് ஐ திங்க் 2 விக்கெட் 4 ന്നുള്ളതാണ്. என்ன பில்டிங் மேல கேറി அடிக்க ஆரம்பிச்சடா ആ இடத்துல 6v4 ഇതാരാ ബാക്കിയുള്ളത്? ഈ പ്ലെയർ ആണെങ്കിൽ 6v ഇവന്താ എടുക്കുന്നാണോ വിചാരം? നമ്മൾ ആദ്യം കത്തിപ്പോയില്ല. അവിടെ അസീമ കത്തിയായിരുന്നു കേട്ടോ. ആദ്യം രണ്ടുപേര് കത്തിയില്ലേ? ഇല്ല അസീമൊക്കെ ചത്ത്. ഇപ്പൊ നമ്മളോട് എത്ര പേരുണ്ട്? 3 ഓക്കെ അൾട്രാനോബ് അതെന്താ പിള്ളേരുടെ വണ്ടിയും പോയില്ലേ വെള്ളത്തിൽ? നമ്മുടെ വണ്ടി കമ്മിറ്റ് ചെയ്തില്ലായിരുന്നോ നിങ്ങളുടെ വണ്ടി പോയപ്പോ പിന്നെ ഞാൻ അവിടെ കുത്തിയേ പറ്റൂ. ഇത്ര നേരമായിട്ട് എന്താ വരാത്ത? എന്നെ ഒറ്റ എടുത്തിട്ട് അടിച്ചേട്ടാ, ഞാൻ വൺ ഹെഡ് ചത്ത്. നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി. റേഡിയോ ത്രൂ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി. വെള്ളം നീന്തിയൊക്കെ വരുന്നേട്ടാ. അവനെനിക്ക് അപ്പുറത്തെ കരയിൽ എവിടെയായിരുന്നു, അപ്പൊ ബാക്കിൽ കൂടെ വരും കേട്ടോ. എടാ ഇത് നമ്മള് ജയിച്ചടാ. പിന്നെ ഇവൻ വന്നിട്ട് ഈ 3 പേരെ അടിച്ച് നമ്മുടെ ഇത് ജയിക്കുമെങ്കിൽ പിന്നെ കളിച്ചോണ്ടിരിക്കണ എന്തിനാണ്? അവന്റെ പേര് തന്നെ എനിക്ക് കിട്ടിയ അടി വെച്ച് നോക്കുകയാണെങ്കിൽ കണ്ടു നീന്തി തിരിച്ചു അത് അവന്റെ സെക്കൻഡ്. 3 പേരും കളിക്കുന്ന സ്റ്റീവും വില്ലും ഏബലും എന്താ ഹെൽപ്പ് നോക്ക്. എന്താ എടാ അവന്റെ അടുത്ത് പോയി നോക്ക്. നോക്ക് എന്താ ഇതവന് ഹീലുള്ള സമയമുള്ളൂ. അതിനുള്ളിൽ നമ്മൾ കയറത്തല്ലും. ഒരു ഒറ്റയ്ക്ക് പോലെ എന്റെ വില്ല് പോലെ ഈസി. இல்ல பின்னாடி இன்னொருத்த அடிக்கிறான் பாரு வில்லு. இதாரு இவன் 1 HP ஆக்குனடா. ஆனா அந்த டைம்ல கத்தி போய் കറക്റ്റ് മറ്റേ ഇത് ചെയ്തതാ. ഇങ്ങനെ നിന്നതാ. ഇവ എവിടുന്ന് വന്ന്? இல்ல இவனை நான் அடிச்சடா. ഈസി ബോട്ട് വട്ടി ആസീം ബോട്ട് അത്രേ ഉള്ളൂ. இவனை நான் அடிச்சு 1 HP ഒക്കെ பண்ணி അസീമൊക്കെ ചത്ത്. അസീമൊക്കെ കൊന്ന് എന്നാ കത്തിപ്പോയ വഴിക്കങ്ങ് പോകാനുള്ളവര് വീണ്ടും വന്ന് തല്ല് മേടിക്കാൻ. ഇവര് മാറിയ സമയത്ത് പ്ലേ കൊടുത്തവൻ അത് കണ്ടോ? അവ അതുവരെ ഇവര് ചത്തപ്പോ മാറിപ്പോയപ്പോ അതുവരെ അവൻ പ്ലേ കൊടുത്തിട്ടില്ല. എടാ അത് നീ ഒന്ന് ആലോചിച്ചോക്കെ. കണക്ട് ആവുന്ന അവർക്ക് റീകണക്ട് ആവുന്ന വരെ ഡിസ്കോഡിൽ ഇരുന്ന് കോള് ഊമ്പിട്ടായിരിക്കും അവിടെ വന്നത്. ഒരു സംശയമില്ല. അതിന്റെ ഓഡിയോ ഉള്ള ഡെസ്ക്ടോപ്പ് ഓഡിയോ ഉള്ള PO ചോദിക്കാം. പിന്നെ മറ്റവന് വീഡിയോ എടുത്തേക്ക് അവന് ഒരു കാര്യം ചെയ്യാം. അവര് ചെയ്യാറ് മേടിച്ചു വിട്ടേക്കട്ടോ. വിഷയം കളിയടാ ശിവേ. എന്താ അടി അടിച്ചു മയില്. 4 പിക്കടാ. 4-5 പിക്ക് ഇത് കഴിഞ്ഞില്ലേ? ഇനിയിപ്പോ വീഡിയോ KPC എടാ ആ PO ഒന്ന് ചോദിച്ചടാ അമ്മാരുടെ അടുത്ത്. ആ PO